ഹല്ലേലൂയ. നമുക്ക് ജീവൻ തരുന്നവനും നമ്മുടെ ജീവൻ നമുക്ക് സ്വർഗം തരുന്നവനും അതിനുള്ള ശക്തിയുള്ളവനുമായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും സർവശക്തനും ഏകരക്ഷകനും കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചവനും 3-ാം നാൾ ഉത്ഥാനം ചെയ്തവനും 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടവനും സ്വർഗപിതാവിൻ്റെ വലതുവശത്തിരിക്കുന്നവനുമായ പുത്രൻ തമ്പുരാനാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ പാറ. അവനിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അവൻ്റെ വചനത്തെ നിഷേധിക്കുന്നവൻ നിഷേധിക്കപ്പെടും. അവൻ്റെ വചനത്തെ അംഗീകരിക്കുന്നവൻ അംഗീകരിക്കപ്പെടും. അവൻ്റെ വചനത്തെ തിരസ്കരിക്കുന്നവൻ തിരസ്കരിക്കപ്പെടും. അവൻ്റെ വചനത്തെ ഏറ്റുപറയുന്നവൻ ഏറ്റുപറയപ്പെടുമെന്ന് തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കർത്താവിൻ്റെ വചനം മാത്രമാണ്. അതാണ് സങ്കീർത്തനം 119:9-10. ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? കർത്താവേ, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തെ വചനങ്ങളെ മുറുകെ പിടിക്കുക. ആ വചനത്തിൽ നിന്ന് അണ്ണുവിട്ടം മാറാതിരിക്കുക. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജോഷുവ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-29 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പവറിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സ്വരപ്പെടുത്തി പറഞ്ഞേ യേശുവേ നന്ദി. നന്നായിട്ട് പറഞ്ഞേ മക്കള്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിയമാവർത്തനം 28:14 പറയും, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തനം 28:13 പറയേ, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. ദൈവവചനം അത് പാലിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവൻ ജനതകളുടെ നേതാവായിട്ട് തീരും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തനം വീണ്ടും 32-ാമത്തെ അധ്യായത്തിൻ്റെ 46-47 വചനം, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. അതാണ് മോശ അവസാനമായിട്ട് തൻ്റെ ജനത്തിന് കൊടുക്കുന്ന കാര്യം. ഇത് ദൈവവചനം നിസ്സാരമായ കാര്യമല്ല, അത് നിങ്ങളുടെ ജീവനാണത്. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിക്കുക. ഈ കാലയളവിൽ ദൈവവചനത്തെ നിസ്സാരമാക്കുന്ന ഒരുപാട് പേര് ചിലർ വീട്ടിൽ ചില സിനിമ ബൈബിളൊക്കെ താഴെയാണ്, അതിന് മുകളിൽ വേറെ ഗ്രന്ഥങ്ങളും പഠിക്കുന്ന പുസ്തകവും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഭയങ്കര കറക്റ്റ്, ഭയങ്കര ലോജിക്കൽ സീക്വൻസ് ഉണ്ട്, എല്ലാം വളരെ ക്ലീനാണ്. ഇത് ബൈബിൾ വായിച്ചാൽ യുക്തി കാണുന്നില്ല. ബൈബിളിലെ യുക്തി അത് പരിശുദ്ധാത്മാവിൻ്റെ യുക്തി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ യുക്തി അത് പരിശുദ്ധാത്മാവിനും മാത്രമേ അതറിയത്തുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ദൈവവചനം മാംസം ധരിച്ചതിൻ്റെ യുക്തി ഏതാ? ആ യുക്തിയാ എല്ലാ വചനങ്ങളുടെയും യുക്തി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ച ലാസറിന്റെ മുമ്പിൽ വന്നിട്ട് അവന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലാസറേ ഇത് വിളിക്കുമ്പോൾ ആ ലാസറ് മരിച്ച് അഴുകി 3-4 ദിവസം കഴിഞ്ഞവൻ അവൻ എഴുന്നേറ്റ് മുന്നോട്ട് വരിക. ആ യുക്തിയാണ് ആ വചനത്തിന്റെ യുക്തി. അത് ജീവനുണ്ട് അതിന്. അതാണ് ജെറമ്യ 15:19 പറയുന്നുണ്ടല്ലോ, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആകും. എനിക്ക് ഈശോ തന്ന ഏറ്റവും വലിയ കൃപ, സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഫസ്റ്റ് ഇയർ തിയോളജിയുടെ അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ വരങ്ങൾ കൃപയുടെ വാതിൽ എനിക്ക് തുറന്നു കിട്ടുന്നത്. കൊളോസസ് 4:2 ദൈവം വചനത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തന്നു. എനിക്ക് വചനത്തോട് ഭയങ്കര സ്നേഹമായിപ്പോയി. ആ 4 സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 15 ദിവസം കൊണ്ട് എൻ്റെ കർത്താവ് എന്നെ 2000-ത്തിലധികം ദൈവവചനം എന്നെ കാണാപ്പാടം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 2000-ത്തിലധികം ദൈവവചനം 15 ദിവസം കൊണ്ട് കാണാപ്പാടം. എൻ്റെ സംഖ്യകൾ ഉൾപ്പെടെ എല്ലാം അതേപടി. ഇന്നും ഡൊമിനിക്കച്ചൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആകെയുള്ളത് ഈ വചനം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കഴിവും എനിക്കില്ല. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. എന്നെ ഇവിടം വരെ എത്തിച്ചത് ഈ വചനമാണ്. നാളെ സഭയെ സഹായിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ കർത്താവിനെ ഉപയോഗിക്കുന്നു ഈ വചനം കൊണ്ട്. ഈ വചനത്തിൻ്റെ ശക്തിയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വചനത്തെ എടുത്ത് നിങ്ങൾ അവിടെ ഇവിടെയും വലിച്ചെറിയരുത്. ചില പെന്തക്കോസ്ത് ആൾക്കാരൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ. അങ്ങോട്ടൊന്നും പോയേക്കരുത്. സത്യസഭയോട് ചേർന്നുകൊണ്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിക്കുകയും ചെയ്യണം. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയാ. രക്ഷ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ ഇവിടെയും വചനമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. സുവിശേഷ വചനം സഭാപിതാക്കന്മാരിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ വചനം, അപ്പസ്തോലന്മാരിലൂടെ നമുക്ക് തരുന്ന ദൈവവചനം, ആ വചനം ഉറക്കെ പിടിക്കണം. നമുക്കറിയാം സഭയുടെ ആദ്യകാല ഗ്രന്ഥങ്ങളൊന്നാണ് ഡിഡാക്കെ എന്നുള്ളത്. സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് എന്ന് പറയുന്ന സഭയിലെ ആദ്യത്തെ ഒരു മെത്രാന, ആ മെത്രാൻ എഴുതിയ ഡിഡാക്കെ എന്നൊരു പുസ്തകമാണ്. ശരിക്കും ബൈബിളിലെ ലേഖനങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങൾ പോലെ തന്നെ, യോഹന്നാൻ്റെ ലേഖനങ്ങൾ പോലെ തന്നെ സഭ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, ഏറ്റുപറയുന്ന ഗ്രന്ഥമാണ് ഡിഡാക്കെ. അതിലൊരു എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വലിയൊരു വചനമാണ്. അതായത് എവിടെയെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഉദ്ധിതനായ ഈശോ കടന്നു വരും. ഉറക്കപ്പുറത്തേക്ക് ഹല്ലേലൂയാ. എവിടെയെല്ലാം സുവിശേഷം ദൈവവചനം പ്രഘോഷിക്കുന്നുവോ അവിടെയെല്ലാം ഈശോ വരും. അവിടെ ഉറപ്പിച്ചു പറയും, നിങ്ങളുടെ വീടുകളിൽ ദൈവവചനം ഇരുന്ന് വായിക്കണം. സുവിശേഷം എടുത്ത് ഓരോരുത്തർക്കും ഒരു ബൈബിളെങ്കിലും വെച്ച് വേണം. എല്ലാവരുടെ കൈ ബൈബിൾ വേണം, സ്വന്തമായിട്ടൊരു ബൈബിൾ വേണത്. ആ ബൈബിൾ ഇത് വായിക്കണമത്, കാണാപ്പാഠം പഠിക്കണമത്, അത് വരച്ചിടണമത്, ഹൃദയത്തിൽ സൂക്ഷിക്കണമത്. ഇത് ജീവന്റെ കാര്യമാണത്. ലോകത്തിൽ അവനവനും പറയുന്നത് ഈ വഴിപോക്കനും ബുദ്ധിജീവികൾ പറയുന്നത്. ബുദ്ധിജീവികൾ, കഴിഞ്ഞിടയ്ക്ക് മാർപ്പാപ്പ പറഞ്ഞു, ബുദ്ധിജീവികൾ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവവചനത്തെ കണ്ടും പൂട്ടി സ്വീകരിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് ഈശോ എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ. സ്ഥലമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് വചനം അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു. അതാണ് ഒത്തിരി പേരുടെ ഹൃദയങ്ങളിൽ വിതച്ച വചനങ്ങൾ പിശാച്. അത് ആര് വേണം പിശാച്? അപ്പൻ ചിലം പിശാച്, അമ്മ ചിലം പിശാച എന്ന് വരാം, സ്കൂളിലെ അധ്യാപകൻ പിശാച എന്ന് വരാം, പ്രൊഫസർ പിശാച എന്ന് വരാം, വലിയ കഴിവുള്ള ഡോക്ടർ പിശാച്, എഞ്ചിനീയർ പിശാച്, അച്ഛന്മാരാകാം, ആരുടെ വരാം, സഭയിലൂടെ വരാം. അതായത് ചിലർ വചനം സ്വീകരിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് വചനം എടുത്തു കളയുന്നു. വചനം ഒത്തിരി പേരുന്ന് ഹൃദയത്തിൽ വിതച്ച വചനങ്ങൾ അത് പെറുക്കി കളയാൻ, എടുത്തുകൊണ്ട് പോകാൻ ഒരുപാട് ദുഷ്ടാരൂപികൾ ലോകം മുഴുവൻ കിടപ്പുണ്ട്. അത് നിങ്ങൾ സൂക്ഷിക്കുക. അപകടങ്ങൾ തിരിച്ചറിയുക, വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയുക. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവിന് രക്ഷയുണ്ടാകുള്ളൂ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അവ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. പ്രിയപ്പെട്ട മക്കൾ, ഈ ഭവനം എന്നത് നമ്മുടെ നാട്ടിലെ വീടല്ല. 1, 2, 3, 10 കോടിക്ക് പണിത് വീടിനെ കുറിച്ചല്ല. ഇത് വലിയ ബിൽഡിങ് നിങ്ങൾ പണിത് ബിൽഡിങ്ങിനെ കുറിച്ച്. അത് പലപ്പോഴും പണിതിരിക്കുന്നത് നമ്മുടെ സുവിശേഷാധിഷ്ഠിത പറഞ്ഞാൽ അത് പാറമേലല്ല, അത് മണലിലാണ്. വചനാധിഷ്ഠിതമല്ല പല വീടുകളും പണിതിരിക്കുന്നത്, സുവിശേഷാധിഷ്ഠിതമല്ല പല കുടുംബങ്ങളും. കുടുംബജീവിതം, ഭാര്യ ഭർത്താവ്, ഇന്നത്തെ വിവാഹങ്ങൾ തകരുന്നെന്താണ്? ഭാര്യയും ഭർത്താവ്, അത് ഇന്ന് കാണും വഴിപോക്കനെ കാണുന്നവനെയാണല്ലോ ഇവള് വീട്ടിക്കോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അവൾ കാണുന്നവൻ്റെ കഴുത്തേൽ താലി കെട്ടുകയല്ലേ? അതല്ല ഇന്നലെ അവളുടെയും പരിപാടി. അല്ല സുവിശേഷ വചനമൊന്നുമല്ല, ആസക്തിയാണ്. ഇന്നത്തെ കല്യാണങ്ങളുടെ പിന്നിലെല്ലാം സെക്സ്, വേറൊന്നുമില്ല. പ്രേമം, കാമം കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ അങ്ങ് പോവുക. അപ്പനെന്നോ അമ്മയെന്നോ ഒരു തോന്നലില്ല. സഹോദരനുണ്ടെന്നോ വീടുണ്ടെന്നോ കുടുംബം ഉണ്ടെന്നോ ദൈവം ഉണ്ടോ, അതൊന്നുമില്ല. ഇവരെന്നെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോയിട്ട് അങ്ങ് ജീവിക്കാൻ തുടങ്ങിയ. എനിക്കറിയാവുന്നൊരു കൊച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ആ കൊച്ച് കള്ളത്തരം 10-17 വയസ്സ് കൊണ്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഗർഭിണി. അവൾ ഒരുത്തിൻ്റെ കൂടെ ഒരു ക്രൈസ്തവ ഒരുത്തിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പോയി. അവസാനം പ്രശ്നമായി, അവസാനം നാട് വിട്ടുപോയി. അവിടെ കൊണ്ട് കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായി, കല്യാണമൊക്കെ നടത്തി. കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇങ്ങനെ നടക്കുക. പിന്നെ വിശ്വാസത്തിലേക്ക് വരും. വിശ്വാസമൊന്നും പിടിച്ചു നിൽക്കത്തില്ല, കാരണം ഇതിനൊന്നും ഉള്ള വിശ്വാസമല്ല. നമ്മുടെ യേശുവിനെ കർത്താവും രക്ഷകനായിട്ടൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അത് അനുഭവിച്ചും തൊട്ടിട്ടും വേണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അല്ലാതെ വിളിച്ചിട്ട് കാര്യമില്ല. അത് മാമോദിസ സ്വീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സർവ്വത്തിൽ ഹല്ലേലൂയാ. ഇതൊരു തമാശക്കളി, മാമോദിസ ഒരു തമാശക്കളിയൊന്നും അല്ലത്, അതൊരു വിശ്വാസത്തിൻ്റെ അഭിഷേകമാണ്. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ അന്ന് അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇത് ഇത് നിൽക്കത്തില്ല, ഇത് മുന്നോട്ട് പോകില്ല. ഇപ്പോൾ ഒരു 10-12 വർഷം കഴിഞ്ഞ് സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവൾക്ക് വേറൊരുത്തനുമായിട്ട് ബന്ധം. പ്രൈസ് ദി ലോർഡ്. അവന് വേറൊരുത്തനും. പിന്നെ രണ്ടും 2 വീട്ടിലാണ്, വേറിട്ടു. രണ്ടും പോയി. വിവാഹമോചനം. ഇന്ന് പൊട്ടിക്കയറുക. ഇന്ന് കാരണം ചെയ്ത് വഴിയെ പോകുന്നവനെയും ഫേസ്ബുക്കിൽ കാണുന്നവനെയും വാട്സപ്പിൽ കാണുന്നവനെയും വഴിപോക്കനെയും ഈ വിശുദ്ധിയില്ലാത്തവനെയും ഒക്കെയാണ് കല്യാണം കഴിച്ചുകൊണ്ട് കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയില്ല. പിന്നെ അപ്പം വേണ്ട, അമ്മ വേണ്ട, ഒന്നും വേണ്ട. കാരണം സുവിശേഷം വചനമല്ല കുഞ്ഞുങ്ങൾ
കുഞ്ഞിനെ നയിക്കുന്നത്. ആ കുഞ്ഞിനെ നയിക്കുന്ന കൂട്ടുകാരോടാ അവൻ നിന്നെ നോക്കുന്നുണ്ട്, അവൾ നിന്നെ നോക്കുന്നുണ്ട്, അവൾ നിന്നെ നിങ്ങളുടെ ചേർച്ചയാണ്, നിങ്ങളുമ്പോൾ നല്ല ചേരും കേട്ടോ. ഒന്ന് എൻ്റെ മക്കളെ ജീവിതം നശിക്കാൻ പോവുക. ഇപ്പം സന്തോഷം, കുഞ്ഞുങ്ങളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും. 16, 17, 18 വയസ്സിൽ ഈ പ്രേമത്തിൻ്റെ കാലത്ത് എല്ലാം ചിരിയ, എല്ലാം തമാശ. അപ്പം പറയുന്നു, അമ്മ പറയുന്നു, സഭ പറയുന്നു, വൈദികരും പറയുമ്പോൾ പുച്ഛിച്ച് തള്ളുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് 28, 30 വയസ്സ് കഴിയുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് ധ്യാനിക്കാൻ വരുന്നത് ഞാൻ കാണുന്നത്. അന്ന് അപ്പനെ അമ്മയും തെറി വിളിച്ച്, ചീത്ത വിളിച്ച്, പരിഹസിച്ച്, സഭയെ അച്ഛന്മാരെയും പരിശുദ്ധ കുർബാനയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവളുടെ വിചാരം, ഞാനെല്ലാം നേടിയേ, എന്നെ നേടി. ആസക്തി കൊണ്ട് ആരാ ജീവിക്കുന്നത്? ആസക്തി കൊണ്ട് ജീവിക്കാൻ പറ്റിയാലത്. അത് നിശ്ചിത ദിവസങ്ങളും മാസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ശക്തി തീരുവേ. അത് കഴിയുമ്പോൾ നീ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ബോധം. അതുകൊണ്ട് വിശുദ്ധിയില്ല, അനുസരണമില്ല. മാതാപിതാ ദൈവവചനം അനുസരിക്കും മക്കളെ, എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ വചനങ്ങളിലേക്ക് പോവുക, ഓരോ വചനങ്ങളിലേക്ക് പോവുക, പ്രമാണങ്ങൾ പഠിക്കണം. കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എനിക്ക് ദർശനത്തിൽ ഒരു വെളിപ്പെടുത്തൽ തന്നു. കർത്താവ് മോശയ്ക്ക് കൊടുത്ത പോലെ ദർശനം വർഷങ്ങൾക്ക് മുമ്പ് 10 കൽപ്പനകൾ ഇങ്ങനെ കാണിച്ചു തന്നു. എനിക്ക് ശരിക്കും ഭയപ്പെട്ടു പോയി ഞാൻ. ആ ദിവസം എൻ്റെ ദൈവത്തിൻ്റെ കരുണ എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ വല ജയിച്ച പറഞ്ഞു, നീ ഇത് പോയി ജനത്തെ പഠിപ്പിക്കണം. സ്വരപ്പെടുത്തി ഹല്ലേലൂയാ. മോശ ദൈവവചനത്തോട് കാണിച്ച അതേ വിശ്വസ്തത, ദൈവഭവനത്തിൽ കാണിച്ചതേ ആത്മാർത്ഥത നീ കാണിക്കണം. ആര് പറഞ്ഞാൽ അണുപിടും നീ വ്യതിചലിക്കരുത്. നീ ആ വചനത്തെ മുറുകെ പിടിക്കുക, എങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് അതാണ് പാറ അവിടെ നിലനിൽക്കുന്നത്. ചില കുടുംബങ്ങളിൽ രോഗങ്ങൾ വന്നു, കെടുതി വന്നു, ക്യാൻസർ വന്നു, അപകട മരണങ്ങളുണ്ടായി, ദാരിദ്ര്യമുണ്ടായി, കടബാധ്യത വന്നു, മക്കളിട്ട് പോയി ഒരുപാട്. പക്ഷേ അപ്പോഴും ഈ അപ്പനമ്മയും ദൈവത്തോടുള്ള ബന്ധം പോയിട്ടില്ല, വഴിമാറി ചിന്തിക്കുന്നില്ല. കാരണം അവര് ഭവനം, ജീവിതം ആത്മാവിനെ പണിതത്, ആത്മാവിനെ വചനാധിഷ്ഠിത. ഈ കാലങ്ങൾ കൊടുങ്കാറ്റിൻ്റെ കാലഘട്ടമാണ്, ഇത് വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടമാണ്, ഇത് കാറ്റൂതുന്ന കാലഘട്ടമാണ്. ഇത് ഒരുപാട് അത് ഭൗതികമായി കാണുന്ന, പ്രപഞ്ചത്തിൽ കാണുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. അത് സാരമില്ല. മരണം ജീവിതത്തിൽ ഏത് സമയത്തും വരാം. യാത്ര ചെയ്യുമ്പോഴോ വീട്ടിലോ അപകടങ്ങളോ പ്രകൃതി ദുരന്തത്തിലൂടെയോ പലതും. പക്ഷെ അതൊന്നുമല്ല പ്രശ്നം, അതല്ല പ്രശ്നം. ഇത് ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ നിലനിൽപ്പ്. ആത്മാവ് ദൈവവചനത്തിൽ എവിടെ കിടന്ന് മരിച്ചാലും മരിക്കട്ടെ, കുഴപ്പമില്ല. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. എവിടെ ഏത് വിധത്തിലും മരിക്കട്ടെ, ഏത് തരത്തിൽ പകർച്ചവ്യാധിയിലൂടെയോ അപകടങ്ങളിലൂടെയോ രോഗങ്ങളിലൂടെയോ പ്രകൃതി ദുരന്തങ്ങളോ എങ്ങനെ വന്നാലും പ്രശ്നമില്ല. എങ്ങനെയൊന്നും പ്രശ്നമില്ലാത്ത ആർക്കെന്നറിയാമോ? വചനമാകുന്ന പാറമേൽ ജീവിതം പണിതവൻ, വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ, ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുക. അതാണ് ജീവിതം. അല്ലാതെ കാറ്റല്ല, ഇത് സാരമില്ല. ഇത് ഇന്നലെ അത് എങ്ങനെയാണ് സംഭവിച്ചാൽ പറ്റുള്ളൂ. ഈ ഭൂമിയിലേക്ക് നമ്മളാരും എല്ലാ കാലത്തും വിധിക്കാൻ പോകുന്നില്ല. അത് കാറ്റൂതിയിലും പ്രകൃതി ദുരന്തമുണ്ടായാലും ഭൂമി കുലുങ്ങിയാലും നിശ്ചിത സമയം കഴിയുമ്പോൾ ഞാനും നിങ്ങൾ ഈ ഭൂമിയോട് വിട പറയേണ്ടവരാ. മരണമെന്ന വിളിയോട് ഞാനും നിങ്ങളും ആമേൻ പറഞ്ഞേ പറ്റുള്ളൂ. മരണമെന്ന വിളിയില്ലാത്ത ആരും ഇവിടെയില്ല. അതാണ് നോക്കേണ്ടത്. അതിന് ഈ പ്രകൃതി ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. ഏത് വഴിയിലൂടെ വരാം. കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞ മക്കള് പോരാ. പക്ഷേ എവിടെ വെച്ച് മരിച്ചാലും എൻ്റെ പ്രാർത്ഥന, ദൈവമേ എവിടെ വെച്ച് മരിച്ചാൽ ആ മരിക്കുന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ആത്മാവ് മാടപ്രാവിനെ പോലെ പറന്ന് ഉയർന്ന് എൻ്റെ കർത്താവിൻ്റെ മടിയിൽ പോയി എന്ന് നേരെ മറിച്ച് അവർക്കുണ്ട്. ചിലർ മരിക്കുമ്പോൾ അവൻ്റെ തലയിലും ഹൃദയത്തിലും പണക്കൊതിയാ, വ്യഭിചാരങ്ങളാ, ഒരുപാട് സ്ത്രീകളുമായിട്ട് ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങളാ, മദ്യപാനം, മ്ലേച്ഛതയാ. എനിക്കൊരു കൊച്ചിനെ അറിയാം. അവന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓണത്തിൻ്റെ സമയത്താണ് അവനൊരു കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ ഓടുക. അവൻ്റെ കയ്യിൽ കുപ്പിയുണ്ട്, മദ്യമുണ്ട്. പോകുന്ന വഴിക്ക് വെച്ചൊരു ലോറിക്കെട്ട് കയറി കൊടുത്തു. അവൻ വഴി കടന്നു. എനിക്കറിയാവുന്ന പയ്യൻ, എനിക്കറിയാവുന്ന വീട്ടിൽ എനിക്കറിയാവുന്ന കൊച്ചാണ് ഇവൻ. അവന് പോലീസുകാർ വന്നിട്ട് ഇവനെ വഴിയിൽ നിന്ന് എടുക്കുമ്പോൾ, ശവം എടുക്കുമ്പോൾ ഉണ്ടല്ലോ കുപ്പി കിടക്കുക, എല്ലാം കിടക്കുക. ഇതാണ് പലതാണ് ഈ ദൈവവചനാധിഷ്ഠിതമല്ല ജീവിതം ഒന്നുക. ഞാൻ ചിന്തിക്കുന്നത് ഈ പണവും മ്ലേച്ഛതയും അഹങ്കാരവും അഹന്തയും നിറഞ്ഞു വയ്ക്കുമ്പോൾ പോകുന്ന വഴിയിൽ നിനക്കൊരു മരണമുണ്ടായാൽ നിന്റെ ആത്മാവ് എവിടേക്ക് പോകും? ആ സമയത്ത് നിന്റെ ആത്മാവ് പറന്ന് ദൈവകാര്യങ്ങൾ എത്തിച്ചേരുമോ? പാപത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ദൈവമക്കള് സുവിശേഷ വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ആനന്ദം. അതാണ് ശരിയെന്ന് പറഞ്ഞു. ഈ കാലഘട്ടം നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം ഇതാ. സുവിശേഷ വചനങ്ങൾക്കെതിരായിട്ട് ജീവിക്കുന്നതാണ് ശരിയായ ജീവിതമെന്ന് പ്രസംഗിക്കുന്ന ആളുകൾ പോലും നിങ്ങളുടെ ഇടയിലുണ്ടാകും. അതാണ് അപ്പോസ്തലപ്രവർത്തനം 20-ാം അധ്യായം 1 മുതലുള്ള വചനം വായിക്കുമ്പോഴേ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് ശിഷ്യന്മാരോട് പൗലോസിൻ്റെ ശിഷ്യന്മാരോട് പൗലോസ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിടയിൽ തന്നെ വചനത്തിൽ വെള്ളം ചേർത്ത് വളച്ചൊടിച്ച് ശിഷ്യരാക്കുന്ന ഒരുപാട് പേര് വരും. നിങ്ങളിടയിൽ തന്നെ ഉണ്ടാകും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഭിന്നത വിതയ്ക്കും. സുവിശേഷ വചനത്തിന് വിരുദ്ധമായിട്ട് വരുന്നവർ കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ മക്കളെ. പോരാ.
അതുകൊണ്ട് വീണ്ടും വായിക്കുകയാണ് അച്ഛൻ, ഈ വചനങ്ങൾ ശ്രവിക്കുക, അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം. നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുക. വേറെ ഒന്നും സുരക്ഷിതമല്ല മക്കളെ. സുരക്ഷിതമാണെങ്കിൽ വീടൊന്നും സുരക്ഷിതമല്ല മക്കളെ. നമ്മുടെ വാഹനമൊന്നും സുരക്ഷിതമല്ല മക്കളെ. നമ്മുടെ എയർക്രാഫ്റ്റോ എയർപ്ലെയിനോ അല്ല കാറോ ഇതൊന്നും സുരക്ഷിതമല്ല മക്കളെ. നമ്മുടെ വീടും സുരക്ഷിതമല്ല മക്കളെ. നമ്മളിരിക്കുന്ന സ്ഥലമൊന്നും സുരക്ഷിതമല്ല. നമ്മളിരിക്കുന്ന ഭൂമിയൊന്നും സുരക്ഷിതമല്ല. നമ്മൾ കാണുന്ന ഇതൊന്നും സുരക്ഷിതമല്ല. നമ്മളാണ് ഈ പന്തലോ ഇതൊന്നും സുരക്ഷിതമല്ല. അതങ്ങ് നിൽക്കുന്നു മാത്രം. എന്തെങ്കിലും നമുക്കറിയാം, കുറച്ച് 2-3-4 വർഷങ്ങൾ മുമ്പാണ് നേപ്പാളിൽ വലിയൊരു ഭൂകമ്പമുണ്ട്. ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ നാളുകളുണ്ടായ ഒരു വീഡിയോ, അത് എൻ്റെ സ്നേഹിതർ ആരോടോ ഇങ്ങനെ കൊണ്ട് കാണിച്ചു. അത് വലിയ രസം. അതായത് ഒരു ബഹുനില കെട്ടിടം. ആ ബഹുനില കെട്ടിടം ഇത് നോക്കി നിൽക്കുമ്പോൾ ഇതെല്ലാം കൂടെ താഴോട്ട് വീഴുകയാണ്. ഞാനതിപ്പോൾ ചിന്തിച്ചാണ്, കർത്താവേ, ഇത് പണിതവൻ എന്തെല്ലാം അടിസ്ഥാനമായിട്ട് എത്ര മീറ്റർ എത്ര അടി താഴോട്ട്, ഭയങ്കര സയൻറ്റിഫിക്കലായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് അതിൻ്റെ എൻജിനീയേഴ്സ് എല്ലാം എന്തെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ടേക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നിലനിൽക്കുന്നല്ല. ഇതൊന്നും സുരക്ഷിതമല്ല മക്കളെ. അതുകൊണ്ട് ലോകത്തിലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ പാലങ്ങൾ, ഇതൊക്കെ വലിയ എൻജിനീയേഴ്സ് വന്നിട്ട് എല്ലാം സയൻറ്റിഫിക്കലായിട്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ തിയറിയും ബുദ്ധിയും ഭയങ്കരമായിട്ട് വർഷങ്ങൾ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് താഴോട്ട് പോകുന്ന കാണുന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മനുഷ്യൻ, ഈ ഭൂമി തന്നെ സുരക്ഷിതമല്ല, ഈ പ്രപഞ്ചം തന്നെ സുരക്ഷിതമല്ല. അതുകൊണ്ട് നമ്മൾ ജീവിതം പണിയേണ്ടത് ഇന്നല്ല നാളെ തകർന്നു പോകുന്നതിൻ്റെ മുകളിലല്ല. എൻ്റെ മകനെ മകളെ, നീ എല്ലാം ഞാൻ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കേണ്ടത്. നീ നേടില്ല. ശരിക്കും നീ സുരക്ഷിതനാകുന്നത് ദൈവമാകുന്ന യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നീ കയറി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ, ആത്മാവിനെ സുരക്ഷിതമാക്കിക്കൊണ്ട് പോകുമ്പോൾ അവിടെ മാത്രമാണ് സുരക്ഷിതത്വം. അല്ല വേറെ ഒന്നിനും സുരക്ഷിതത്വം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് കുടുംബജീവിതം, വിവാഹങ്ങൾ പോലെ ഇന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. പണം, സുഖം, ആഡംബരം, ടൂറ്, വലിയ വേൾഡ് ടൂറും പരിപാടിയും ഭയങ്കര വസ്ത്രധാരണയും സ്വർണ്ണാഭരണവും ഇതൊക്കെ പൊതിഞ്ഞോട് നടക്കുന്ന കുടുംബജീവിതങ്ങളൊന്നും സുരക്ഷിതമല്ല. ഒരു ദിവസം കേൾക്കാം, അവന് വേറെ ബന്ധമുണ്ട് അച്ചോ, അവക്ക് വേറെ ബന്ധമുണ്ട്, എൻ്റെ മോൻ ഇറങ്ങിപ്പോയി, എൻ്റെ മോൾ ഇറങ്ങിപ്പോയി. കാരണം ദൈവമില്ലാത്ത കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കുറേ അങ്ങ് മുന്നോട്ട് നമുക്ക്, അതായത് ഇന്ധനമില്ലാത്ത വാഹനം അത് ഇറങ്ങുമ്പോൾ അത് ഓടിപ്പോകുന്നതാണ്. ഇന്ധനമില്ലെങ്കിൽ അത് ഓടിക്കണമെങ്കിൽ. പക്ഷേ അത് കുറച്ച് ഇന്ധനമില്ലെങ്കിലും ഓടും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ ഇത് നിന്നു പോകും. അപകടം ഉണ്ടാവുക, അനർത്ഥം ഉണ്ടാവുക. അതുപോലെ ദൈവമില്ലാത്തവൻ, പരിശുദ്ധാത്മാവില്ലാത്തവൻ അവൻ നിലനിൽക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം പഠിച്ചു, നല്ല അടുത്തോ, എല്ലാം ഹൈ റാങ്കാണ്, ടോപ്പ് റാങ്കാണ്, A+ ആണ്. ഇതൊന്നും സുരക്ഷിതമല്ല മക്കളെ. ഈ പഠനങ്ങളോ അറിവുകളോ അല്ലേ പൗലോസ് പറഞ്ഞല്ലേ, നമ്മുടെ അറിവും നമ്മുടെ കഴിവും എല്ലാം അപൂർണമാണ്. ഹല്ലേലൂയ. നമ്മുടെ അറിവും നമ്മൾ പഠിച്ചെന്നൊക്കെ എല്ലാം അപൂർണമാണ്. ഇതൊന്നും സുരക്ഷിതമല്ല. എല്ലാമായി എൻ്റെ കൊച്ച് നന്നായി പഠിച്ചു, എല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇപ്പോൾ ഈ വിദ്യാഭ്യാസം ഇനി നേടി, എല്ലാം രക്ഷപ്പെട്ടു, വിവാഹം നടന്നു, ഇല്ല, പലപ്പോഴും ഞാൻ കാണുന്നത് ഇതൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഇതൊന്നും സുരക്ഷിതമല്ല. ഈ പ്രപഞ്ചത്തിലെ ജീവിതമോ ഈ ലോകമോ ഈ നമ്മളായിരിക്കുന്ന സ്ഥലമോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമോ ഇതൊന്നും സുരക്ഷിതമല്ല. സുരക്ഷിതമെന്നത് ഒരൊറ്റ കരം മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവിൻ്റെ കരം മാത്രം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോഴാണ് പത്രോസിനോട് ഈശോ പറയുന്നത്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. വിശ്വാസമാകുന്ന പാറ, ക്രിസ്തുവാകുന്ന പാറ, ദൈവമാകുന്ന പാറ, അതാണ് യേശു ക്രിസ്തു, ഉത്തിതനായ യേശു. അവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ആശ്രയം. അതും അവിടെ മാത്രമേ സുരക്ഷിതത്വമുള്ളൂ. ബാക്കി ഒരിടത്തും നമുക്കാർക്കും ഒരു സുരക്ഷിതത്വം ഇല്ല. കർത്താവിത ജീവനോടെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈ തിരുവോസ്തിയിലുള്ള നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് അറിഞ്ഞ് ആരാധിക്കാം. ഈശോയെ, എൻ്റെ വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും കണ്ണീരിലേക്കും കടന്നു വരണം. ഈശോയെ, തിരുമുറിവേറ്റ മക്കൾ എത്തിയിട്ടുണ്ട് കർത്താവേ. തകർന്ന കുടുംബജീവിതങ്ങൾ, തകർന്ന മാതാപിതാക്കൾ, തകർന്നുപോയ ചെറുപ്പക്കാർ, തകർന്നുപോയ കുഞ്ഞുങ്ങൾ, ഈശോയെ വേദനിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ. ചില പാപത്തിൻ്റെ സ്വാധീനം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കൾ, ഭൗതികതയ്ക്ക്, സുഖത്തിന്, പണത്തിന് ജീവിതം വിട്ടുകൊടുത്ത മക്കൾ, സമർപ്പിച്ച മക്കൾ, അടിയറ വെച്ച മക്കൾ, പേരിനും പിറമയ്ക്കും പ്രശസ്തിക്കും അടിയറ വെച്ച ജീവിതങ്ങൾ. ദൈവമേ, അവർക്ക് എല്ലാവർക്കും സുബോധം കൊടുക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള ബോധം കൊടുക്കണമേ. സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കണമേ. മരണാനന്തര ജീവിതത്തിലുള്ള ബോധ്യം കൊടുക്കണമേ. വിശുദ്ധരെ പോലെ ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. വിശുദ്ധരെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. ആത്മീയ ജ്ഞാനം കൊടുക്കണമേ. ദൈവിക ജ്ഞാനം കൊടുക്കണമേ. കണ്ണുനീരെന്നു മാറുമോ
വേദനകളെന്ന് തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? രണ്ട് കരമുയർത്തി ഈശോയെ വിളിക്കട്ടെ. ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ. വിഹത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാം മിഥ്യയേ. ഇഹത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്തെന്നും അന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്തെന്നും അന്യനല്ലോ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? സമർപ്പിച്ചുകൊണ്ട് ഈശോയെ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോ ഹല്ലേലൂയ.